മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് സ്മാരകം നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാരിന് കുടുംബത്തിന്റെ അനുമതി. രാജ്ഘട്ടിന് സമീപം രാഷ്ട്രീയ സ്മൃതി സ്ഥലിലാണ് സ്മാരകം നിർമ്മിക്കുക. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങളൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. എന്താണ് കുടുംബം അറിയിക്കുന്നത്? കേന്ദ്ര സർക്കാരിന്റെ തുടർ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയായിരിക്കും ബൽറാം? റിജിത്ത്, മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ സ്മാരകവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ മരണത്തിന് തൊട്ടു പിന്നാലെ വിവാദങ്ങൾ ഉടലെടുത്തിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹത്തിന് സ്മാരകം നിർമ്മിക്കാൻ സ്ഥലം അനുവദിച്ചുകൊണ്ടുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയതാണ്. ഈ സ്മാരകം നിർമ്മിക്കാനുള്ള അനുമതിയാണ് കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചിരിക്കുന്നത്. രാജ്ഘട്ടിന് സമീപം രാഷ്ട്രീയ സ്മൃതി സ്ഥലിൽ സ്മാരകം നിർമ്മിക്കാനാണ് കുടുംബം രേഖാമൂലം തന്നെ കേന്ദ്ര സർക്കാരിന് സമ്മതം അറിയിച്ചിരിക്കുന്നത്. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ 2 പെൺമക്കളും കഴിഞ്ഞയാഴ്ച ഈ സ്ഥലം സന്ദർശിക്കുകയും അവർ തൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു. ഇത് രേഖാമൂലം തന്നെ സർക്കാരിനെ അറിയിച്ചിരിക്കുകയാണ്. കൂടാതെ ഈ സ്ഥലം ഇത്തരത്തിലൊരു സ്മാരകം നിർമ്മിക്കുന്നതിനായി ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് ആ ട്രസ്റ്റിന്റെ പേരിലായിരിക്കും സ്ഥലം അനുവദിക്കുക. തുടർന്ന് 25 ലക്ഷം രൂപ ഗ്രാന്റായും ഈ സ്മാരകത്തിനായി ലഭിക്കും. നിലവിലുള്ള ആ പ്രദേശത്തുള്ള സ്മാരകങ്ങൾക്ക് സമാനമായ തരത്തിലുള്ള വാസ്തുവിദ്യയായിരിക്കും മൻമോഹൻ സിംഗിന്റെ സ്മാരകത്തിലും ഉപയോഗിക്കുക എന്നാണ് അദ്ദേഹത്തിന്റെ കുടുംബം പ്രതികരിച്ചിരിക്കുന്നത്. ഈ രാഷ്ട്രീയ സ്മൃതി സ്ഥലിൽ 9 സ്മാരകങ്ങൾക്കാണ് സ്ഥലം ഉള്ളത്. അത് 2013 ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായ കാലത്ത് തന്നെയാണ് മുൻ രാഷ്ട്രപതിമാർ, മുൻ പ്രധാനമന്ത്രിമാർ എന്നിവർക്ക് സ്മാരകത്തിനായി സ്ഥലം അനുവദിച്ചത്. അതിൽ അവശേഷിക്കുന്ന ഏക പ്ലോട്ടിലാണ് ഇപ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗിന് സ്മാരകം ഒരുങ്ങുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. മുൻ പ്രധാനമന്ത്രി ചന്ദ്രശേഖർ, മുൻ രാഷ്ട്രപതിമാരായ ഗ്യാനി സെയിൽ സിംഗ്, പ്രണബ് മുഖർജി എന്നിവരുടെ സ്മാരകത്തോട് ചേർന്നായിരിക്കും ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സ്മാരകം. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.